പ്രിയ സദസ്സിന് വന്ദനം. ലുലുവും സംഘവും അവതരിപ്പിക്കുന്ന ഹാസ്യകലാരൂപം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. നമുക്ക് ഒരിക്കൽ കൂടി സ്റ്റേജ് ഒരുക്കി തന്ന നമ്മുടെ പ്രിയ പാസ്റ്റർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. എത്ര അറിവുകൾ തകർത്ത എന്റെ ചങ്ങരൻ കുളങ്ങളെ ഇതൊരു സ്മാരകമായി മാറുമോ? എല്ലാവർക്കും സീരിയലും സിനിമയും സന്തോഷ് പണ്ഡിറ്റും ഒക്കെ മതി. നാടകമൊക്കെ കാണാൻ ഇപ്പൊ ആർക്കാ സമയം? എത്ര നാളായി ഇങ്ങനെ ഇവിടെ കഴിയുന്നു. വല്ല സിനിമയിലോ സീരിയലിലോ ചാൻസ് കിട്ടുമോ എന്ന് നോക്കണം. എന്തിനാ ഞാൻ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ കൂടി തകർന്നാൽ എനിക്ക് എന്താണ് ആശ്വാസം? ദൈവം നമുക്കൊരു വഴി തുറന്നു തരും. ഒരു കഥ എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ പേനയും പേപ്പറും മേടിക്കേണ്ടി വരുമോ? മഴയെ പോലും പള്ളിക്കൂടത്തിന് തെണ്ണേ കയറത്ത നീയാ കഥയിരുന്നത്. ഒന്ന് പോടാ. മുതലാളി, എന്റെ മുതലാളി, എന്തിനാണ് കൂവി വിളിക്കുന്നത്? കഥ കിട്ടി മുതലാളി, കഥ കിട്ടി. ആ ചേട്ടായി തന്നതാ. രക്ഷപ്പെട്ടു. അല്ല, നീ പറയുന്ന ചേട്ടായി ആരാ? നമ്മുടെ വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആ മസലുള്ള ചേട്ടായി. ഞാനായിരിക്കും ഹീറോ അല്ലേ മുതലാളി? ഈ ചൂട്ടുപോലിക്ക് നിന്നെ തന്നെ നായകനാക്കാം. പഠിച്ചു നിൽക്കാതെ വേഗം വാ. അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ചങ്ങരംകുളങ്ങര ഹെവൻലി തിയേറ്റേഴ്സ് വീണ്ടും അരങ്ങിലേക്ക്. കലാസ്നേഹികളെ, ചങ്ങരംകുളങ്ങര ഹെവൻലി തിയേറ്റേഴ്സ് സപുരസ്സരം അവതരിപ്പിക്കുന്ന ഒരു നൂതന കലാവിരുന്ന്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, പകലിനും ഒരു രാത്രിയുണ്ട്. ജനനമുണ്ടെങ്കിൽ മരണം നിശ്ചയം. യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. എന്തിനാ? നാടകം ആരംഭിക്കട്ടെ. ജീവന്റെ താക്കോൽ ക്രിസ്തു, ജീവന്റെ താക്കോൽ ക്രിസ്തു. നരകം ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ഭാവനയെ സൃഷ്ടിച്ചെടുത്ത നരകത്തിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് ശരിയാകുന്നില്ലല്ലോ. ഈ വഴി പോയാൽ മുതലക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അത് പറ്റില്ല. കരിങ്കൽ പാറ വഴി പോയാലോ? അവിടെ മൊത്തം എണ്ണ വീട് കിടക്കുകയാണല്ലോ. എപ്പം മൂടും കുത്തി വീണെന്ന് ചോദിച്ചാൽ മതി. ഈ മോട്ടുമുള്ളിൽ എങ്ങനെ കൂട്ടിലെത്തിക്കും? ഈ കളിക്കുടുംബക്കാരെ കൊണ്ട് ഞാൻ തോറ്റു. വരച്ച് എന്റെ സ്കെച്ച് പെൻ തീർന്നു. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ജീവന്റെ താക്കോൽ. ഇതുള്ളവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതായത് എല്ലാത്തിന്റെയും അധീപൻ ഞാൻ തന്നെ. മരണത്തിൽ
നശിപ്പിച്ചു. ആ ബസ് ഇപ്പൊ ഇടിച്ചിരുന്നെങ്കിൽ 20 പേരെങ്കിലും എണ്ണയിലിട്ട് പൊരിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആ ഡ്രൈവർ ഒരു ദൈവവിശ്വാസമായി പോയി. സാരമില്ല ബോസ്, ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇവിടേക്ക് തന്നെ വരും. ബോസ്, ഇതാ ഇവിടെയുള്ള ആത്മാക്കളുടെ പേര് വിവരങ്ങൾ. ആത്മാക്കളുടെ ഒരു ചാകര തന്നെ ഉണ്ടല്ലോ. ആത്മാക്കൾ വന്നിട്ടുണ്ട്. ആരും മിണ്ടിപ്പോകരുത്. കിട്ടാനുള്ളത് എല്ലാവർക്കും തന്നിട്ടേ ഞാൻ വിടൂ. എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നരകത്തിലേക്ക് സ്വാഗതം. എല്ലാവരും നിത്യതയിൽ സുഖിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാലം, നിങ്ങൾക്ക് എന്നെ കലട്ട എന്ന് വിളിക്കാം. ഇനി ഞാൻ നിങ്ങളെ തരം തിരിക്കും. കള്ളന്മാർ, കൊള്ളക്കാർ, കള്ളുകുടിയന്മാർ, ദേ ഇങ്ങോട്ട്. വക്കീലന്മാരെ, നിങ്ങൾക്ക് ഇവരോട് നിൽക്കാം. ഞങ്ങൾക്ക് ഈ കള്ളന്മാരോട് നിൽക്കാൻ വയ്യ. കള്ളന്മാരും വക്കീലന്മാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. പറയുന്ന മര്യാദക്കനുസരിച്ചാണ് പറഞ്ഞേക്കാം. തർക്കുത്തരം പറയുന്നവർക്ക് ഇവിടെ ശിക്ഷ ഇരട്ടിയാണ്. ഇവനെയൊക്കെ തീച്ചൂളയിലിട്ട് എപ്പോഴാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്? വേഗമാട്ടെ. നിരീശ്വരവാദികൾ, കപട സന്യാസികൾ, ദുർമന്ത്രവാദികൾ, ഇവിടെ ഇവിടെ. കാണും ചേട്ടോ, ഇവിടെ കുടിക്കാനൊന്നുമില്ലേ? വല്ലാത്ത ദാഹം. ഇവനെ ഇപ്പോഴേ തീക്കടൽ പിടിച്ച് തള്ളിയേ. അവൻ ശരിക്കും ദാഹം തീർത്തിട്ട് കയറിയാ മതി. അവസാനമായിട്ട് ഈ ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ആൾക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. പാസ്റ്റർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചർച്ചിൽ പോകാറുണ്ടല്ലോ, പിന്നെ എന്തിനാണോ എന്നോട് കൊണ്ടുവന്നത്? പാസ്റ്ററെ പേടിച്ച് മാത്രം പള്ളിയിൽ പോയാ ഇങ്ങനെ ഇവിടെ ക്യൂവിൽ വന്ന് നിന്ന് ബന്ധുരിക. ഇങ്ങോട്ട്. ബോസ്, ഉള്ളതിൽ കൂടുതലും മലയാളീസ് ആണല്ലോ. എടാ 666, ഇവരെ എല്ലാം ആ ഗന്ധകത്തിലേക്ക് വലിച്ചെറിഞ്ഞേക്ക്. അല്ല ബോസ്, ഡ്രാക്കുലയുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിരുന്നു. ബോസ് അത് ആക്സെപ്റ്റ് ചെയ്തായിരുന്നോ? എപ്പം ചെയ്ത് ചോദിച്ചാ പോലെ. ഇവിടെ കിടില ഫോട്ടോ ഞാൻ ലൈക്ക് അടിച്ചു വിട്ടിട്ടുണ്ട്. ഇന്നിവിടെ പുതിയ ആത്മാക്കൾ ഒന്നും വന്നില്ലല്ലോ ബോസ്. ഒരറിയിപ്പ്. കട്ടപ്പറമ്പ് വീട്ടിൽ കത്രീന, വയസ്സ് 26. ചെറിപ്പറമ്പ് വർഗീസ് മകൾ ത്രേസ്യാമോ, 53 വയസ്സ്. എന്താ ഒരു ചൂട്? ഇത് ഏതാ സ്ഥലം? My dear Katrina, welcome to hell. Nice to meet you. ഞാനിവിടെ എങ്ങനെയാ എത്തിയത്? നരകത്തിലും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ ഒരു ഗ്ലാസ് ചായ ചോദിക്കുമ്പോ നീ എന്താണ് ഈ പാടാനുള്ളത്? ഫേസ്ബുക്കിലാണ് എന്റെ താമസം, ട്വിറ്ററിലാണ് എന്റെ മാനസം എന്നല്ലടി. എന്നിട്ട് ഞാനെങ്ങനെ ഇവിടെ വന്നതെന്നോ? നിന്റെ കടമകളൊന്നും നീ നിറവേറ്റിയിട്ടില്ല. നീ വായിക്കുന്ന ബൈബിൾ ഉണ്ടല്ലോ, ഭാര്യമാർ ഭർത്താക്കന്മാരിൽ കീഴ്പ്പെട്ടിരിക്കണം എന്ന്. നീ വായിച്ചിട്ടുണ്ടോ? അത് എന്തെങ്കിലും അത് അനുസരിച്ചിട്ടുണ്ടോ? നീ ഇവിടെ വന്നോ? ഈ നരകത്തിലും നീ എനിക്ക് സ്വസ്ഥത തരില്ലേ? ഓ, ഇതാണോ നരകം? നിങ്ങളുടെ വീട്ടിനേക്കാളും വലിയ നരകം ഏതാ ഉള്ളത്? എന്റെ വീട് ഒരു സ്വർഗമായിരുന്നടി. നീ വന്നതിൽ പിന്നെ അത് നാശമായിരുന്നു. എന്റെ മോൻ ഏത് നേരത്താണോ നിന്നെ കെട്ടാൻ തോന്നിയത്? ഏതല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എത്ര നല്ല ആലോചനകളാ വന്നത്, ഡോക്ടറും എഞ്ചിനീയർമാരും ഒക്കെ. പക്ഷെ എനിക്ക് കിട്ടിയത് ഉൾക്കാൻ കാട്ടി വെച്ച നിങ്ങളുടെ മോൻ. എടി, എന്റെ മോനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഈ നരകവും നിങ്ങളുടെ വീടാക്കാനാണോ ഉദ്ദേശം? അത്രയോ അമ്മയോ ശമിക്കുന്നവൻ മരണത്തിലേക്ക് തള്ളപ്പെടുന്നു എന്നാണല്ലോ നിങ്ങളുടെ ബൈബിൾ വചനം. ഭൂമിയോ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടില്ല, തമ്മിൽ തമ്മിൽ കുറ്റപ്പറച്ചിലും പരദൂഷണവുമായി നടന്നു.
ഇനി സ്നേഹിച്ചിട്ടും പശ്ചാത്തപിച്ചിട്ടും ഒന്നും കാര്യമില്ല. ഇവരെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് തള്ളിയേക്കാം. അടി ശരിക്ക് കിട്ടിയല്ലേ? ഒരു പല്ല് പോയെന്നാ തോന്നുന്നത് ബോസ്. ബോസ്, അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരാളാ. പാസ്റ്റർ വെട്ടുകുഴി വാക്കിച്ച്. ഞാനിതാ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. എന്റെ കുഞ്ഞാളൊന്നും എത്തിയില്ലേലും ഞാനിവിടെ എത്തിയല്ലോ. ഇതായിരുന്നു നിങ്ങളുടെ കുഴപ്പം. ഇവനെ പിന്നിട്ട് കാലിനെ പോലെ ഉണ്ടല്ലോ. കാലിനെ പോലെയല്ല, കാലൻ തന്നെയാ. കർത്താവേ, അപ്പൊ ഞാൻ നരകത്തിലാണോ എത്തിയിരിക്കുന്നത്? ഇനി കർത്താവിനെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല പാസ്റ്ററെ. ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ കുഞ്ഞാണ്? ഞാൻ വചനം പഠിപ്പിച്ചു, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി, ഒരുപാട് ആത്മാക്കളെ നേടി, സഭകളിൽ പ്രസംഗിച്ചു നടന്നു. മറ്റെന്താണ് വേണ്ടത്? അപ്പോ ഞാൻ സ്വർഗത്തിലല്ലേ പോകേണ്ടത്? അതെ അതെ, പള്ളിയിലെ ദശാംശം എടുത്ത് നാട്ടിൽ ഷോപ്പിംഗ് മാൾ പണിഞ്ഞു, പണക്കാരുടെ സഭകളിൽ മാത്രം പ്രസംഗിച്ചു. നിന്റെ ആളുകളെ നീ തരം തിരിച്ചു കണ്ടു. നീ വിധവകളെയും അനാഥരെയും കണ്ടതായി നടിച്ചില്ല. ഇതൊന്നും ചെയ്യാതെ ആത്മാക്കളെ നേടിയിട്ടും സ്നാനപ്പെടുത്തിയിട്ടും ഒരു കാര്യമില്ല മോനെ. എന്നിട്ട് നിനക്ക് സ്വർഗത്തിൽ തന്നെ പോണം അല്ലേ മോനെ കുഞ്ഞാടെ? ഈ കുഞ്ഞാടിനെ ഇയാളെ തീരെ തട്ടിയിട്ട് ബോസ്, ഒരു ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. ഇന്ന് കുറച്ചുപേരെ പ്രതീക്ഷിക്കാം. എന്താ പ്രശ്നം ഇവിടെ? ഇത് ഏതാ സ്ഥലം? ഹായ് ഹായ്, കടന്നു വരിക. ഒരു സംഭാവന എടുക്കട്ടെ. ഈ തീപ്പെട്ട ഇല്ലത്തെ കർത്തൃവർണ്ണം തമ്പ്രാൻ ആസനസ്ഥനാവാൻ സിംഹാസനം ഒന്നില്ലേ? അതാണ് തമ്പുരാൻ കർപ്പൂരത്തിന്റെ നിറം. ഒരു കരിഞ്ഞ കർപ്പൂരത്തിന്റെ നിറം. മാറി നിൽക്കുക. എബിയൻ, ശുംഭൻ, കാർക്കൊടൻ തൊട്ടക്ഷതമാക്കിയിരിക്കുക നമ്മെ. നമ്പൂതിരിക്ക് ഈ സ്ഥലം പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. ഹായ്, എന്താ കഥ? നമ്മുടെ പട്ടിപ്പാടും ഇല്ലത്തെ കാര്യസ്ഥനല്ലേ? കൃഷ്ണ, ഇങ്ങോട്ട് പറയാ. എന്താ ആ ഊട്ടുപുറയിൽ കടന്ന് തിളക്കുന്നത്? വിഷമിക്കണ്ട, നമ്പൂതിരിയെ ഓടാനെ തിളപ്പിക്കുന്നുണ്ട് കേട്ടാ. അല്ല, ആരവിടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നത്? നമ്പൂതിരി ആരാധിച്ച് നടന്ന മൂർത്തികളാണ് അവര്. മാറിനും മറുതയും ചാത്തനും ഒക്കെ ഉണ്ട്. ഓവോ. അതെ, വിഗ്രഹാരാധനയും ദുഷ്കർമ്മങ്ങളും ചെയ്തതിന്റെ ഫലമായി നീ നരകത്തിലെത്തിയിരിക്കുന്നു. ഇതാരാ? ഇവൻ ഇടിവെട്ട് ഹംസ. നിനക്കറിയില്ലേ, മോഷണക്കുറ്റത്തിന് പോലീസ് പിടിച്ച് കൂമ്പിലിട്ട് ഞാൻ ഇടിയും പിഴലിക്കിട്ട് ഒരു വെട്ട് കൊടുത്തപ്പോ പേര് ഇടിവെട്ട് ഹംസനായി ഇവൻ ഭൂമിയിൽ ആക്രമിയായിരുന്നു.
ഇവരെ നമ്മുടെ മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ടു. എന്താടാ ശവിയെ ചെയ്യുന്നത്? നിനക്കുമല്ലേടാ അമ്മയും പെങ്ങമ്മാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ കാണിക്കുന്നത്? ഈ സാധനത്തിന്റെ നോട്ടം അത്ര ശരിയല്ല. അങ്ങോട്ട് മാറ്റുന്നേ. അയ്യേ, നീയാണോ ഗുണ്ട? ഞാനൊരു പാവമാണ്. പാർട്ടിക്കാരൻ പറയുന്നു, ഞാൻ അനുസരിക്കുന്നു. എനിക്കും ജീവിച്ചു പോണ്ടേ? അയ്യോ, എന്റെ പണമൊക്കെ പോയേ. പലിശയും മുതലും ഒന്നും കിട്ടിയില്ലേ. ഒച്ച വെക്കണ്ട, നീ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. പലിശയും മുതലും ഒക്കെ ചേർത്താൻ തന്നേക്കാം. ഇവർക്കുള്ള ശിക്ഷ നടപ്പാക്കിക്കൊള്ളു. ബോസ്, ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടിയിട്ടുണ്ട്. ദൈവപുത്രനായ യേശുവിനെ ഏതാനും നിമിഷങ്ങൾക്കകം ക്രൂശിക്കും. ഞാൻ കാത്തിരുന്ന നിമിഷം സഞ്ചാരമായി. അങ്ങനെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നീ എനിക്ക് സ്വന്തം. എന്നെ ജയിക്കുവാൻ ഇനി ആർക്കും കഴിയില്ല. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ തോൽവിയെ ഏറ്റുവാങ്ങാൻ ഈ കാരന്റെ ജന്മം ഇനി ബാക്കി. നാടകം അവസാനിച്ചു. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരും ജഡത്തിന്റെ പ്രവൃത്തിയിൽ നടക്കുന്നവരും ന്യായവിധിയിലകപ്പെടും. ജീവന്റെ താക്കോലായ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കും. അല്ലാത്തവർ നിത്യ അഗ്നിയിലേക്ക് തള്ളപ്പെടും. എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നന്ദി, നമസ്കാരം.